കാലം കണക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ 155 കോടി നിസ്വരായ മനുഷ്യരുടെ അവകാശങ്ങളെ ചവിട്ടി വിളിച്ചുകൊണ്ട് വർഗീയത കൊണ്ട് ഉപാസകന്മാരായി ഈ രാജ്യത്തിന്റെ ഭരണം നടത്തുന്ന ഈ ഭരണകൂടങ്ങളോട് നമുക്ക് പറയാനുള്ളതും ഇതാണ്. കാലം കണക്ക് ചോദിക്കാത്ത ഒരു സന്ദർഭവും ഉണ്ടാകില്ല. ഒരു ചരിത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ട സന്ദർഭം. പാകിസ്ഥാനും ഇന്ത്യയും എന്ന് രണ്ടായി വേർതിരിഞ്ഞു. പാകിസ്ഥാൻ എന്ന രാജ്യം രൂപീകരിക്കാനായി വർഗീയമായ ആശയങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ ജനമനസ്സുകളെ വർഗീയതയുടെ പേരിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് രക്തച്ചൊരിച്ചുകൾ ഒഴുക്കി കലാപങ്ങൾ നടത്തി മനുഷ്യരെ തമ്മിൽ തല്ലിച്ച് കൊല്ലാക്കൊല നടത്തി രാജ്യം രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു. അതിന് നേതൃത്വം കൊടുത്ത മുഹമ്മദ് അലി ജിന്ന ഇന്ത്യയിൽ നിന്ന് അവസാനമായി പാകിസ്ഥാനിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. ഡൽഹിയിലെ വിമാനത്താവളത്തിൽ ഒരു ഡക്കോട്ട ഫ്ലൈറ്റിലേക്ക് കയറി നിന്നിട്ട് അദ്ദേഹം പറകിലേക്ക് തിരിഞ്ഞ് ഡൽഹിയെ നോക്കുന്ന ഒരു രംഗമുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. താൻ ഒരു രാജ്യം വെട്ടിപ്പിടിക്കാനായി ഒരു ജനതയുടെ നെഞ്ചകം കീറിയ ദിനരാത്രങ്ങൾ, അവരുടെ ചോരയൊഴുക്കിയ ദിനരാത്രങ്ങൾ, ഇന്ത്യയുടെ തെരുവുകളിൽ രക്തം കൊണ്ട് നിറഞ്ഞ ദിനരാത്രങ്ങൾ, കബന്ധങ്ങൾ കൊണ്ട് ഇന്ത്യൻ തെരുവുകൾ നിറയ്ക്കപ്പെട്ട ദിനരാത്രങ്ങൾ, ഇതൊക്കെയും സ്വാർത്ഥമായ അധികാരത്തിന് വേണ്ടിയായിരുന്നു. അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോവുകയാണ്. അവിടെ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നത് വലിയ ജനസഞ്ചയമാണ്, ജനകോടികളാണ്. അവർ മുദ്രാവാക്യം വിളിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചു, ആനയിച്ചു. എന്നിട്ട് ബലൂചിസ്ഥാനിലെ അദ്ദേഹത്തിന് വേണ്ടി തയ്യാറാക്കിയ ഒരു കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. കൃത്യം 1 വർഷം കലാപങ്ങൾ കൊണ്ട് നിറഞ്ഞ പാകിസ്ഥാൻ, തകർന്നടിഞ്ഞ പാകിസ്ഥാൻ, 1 കൊല്ലം കഴിഞ്ഞ് തന്റെ ഗുരുതരമായ ക്യാൻസർ രോഗം ചികിത്സിക്കാനായി മുഹമ്മദ് അലി ജിന്ന വീണ്ടും അദ്ദേഹം മടങ്ങി വരുന്ന രംഗമുണ്ട്. അദ്ദേഹം കറാച്ചിയിലേക്ക് വീണ്ടും മടങ്ങി വരികയാണ്. അത് ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന പുസ്തകത്തിൽ ഹൃദയസ്പൃക്കായ രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം മടങ്ങി വരുമ്പോ അദ്ദേഹത്തെ എതിരേൽക്കാൻ ആളുകളില്ല, മുദ്രാവാക്യം വിളിക്കാൻ ആളുകളില്ല. അദ്ദേഹം ഒരു പഴയ ആംബുലൻസിൽ ഒരു ഡോക്ടറും നഴ്സും മാത്രമായി ബലൂചിസ്ഥാനിൽ നിന്ന് അദ്ദേഹം വരികയാണ്. ചുട്ടുപടുത്ത ഒരു മധ്യാഹ്നത്തിൽ വഴിമധ്യേ അദ്ദേഹത്തിന്റെ ആംബുലൻസ് കേടായി. ആ വഴിയിൽ ചുട്ടു അടുത്ത് കിടക്കുന്ന അന്തരീക്ഷത്തിൽ അദ്ദേഹത്തെ താങ്ങിക്കൊണ്ട് ഡോക്ടർ വഴിയെ പോകുന്ന കാർ തട്ടി കൈ കാണിക്കുന്നു. അതിലേതോ ഒരു കാറിൽ കയറി അദ്ദേഹം ഒരു ആശുപത്രിയിലെത്തി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം അവിടെ കിടന്ന് മരിച്ചുപോയി. മനുഷ്യന്റെ അവകാശങ്ങളെ, ജനങ്ങളുടെ അവകാശങ്ങളെ ചവിട്ടി മെതിച്ച് അധികാരത്തിന് വേണ്ടി മനുഷ്യരെ കൊന്നൊടുക്കിയ മുഴുവൻ ഭരണാധികാരികളുടെയും അന്ത്യവിധായിരുന്നു. നമുക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരു നാളുകൾ ഇത്തരത്തിൽ പ്രവാസികളോട് അന്യായം കാണിക്കുന്ന, ഈ രാജ്യത്തെ കോടിക്കണക്കിന് മനുഷ്യരോട് അന്യായം കാണിക്കുന്ന, വർഗീയത കൊണ്ട് എല്ലാ കാലവും അധികാരത്തെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് കരുതി മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് നേരെ കാതുകൊത്തുന്ന ഭരണാധികാരികളെ കാത്തിരിക്കുന്നുണ്ട്. അവരാൾക്ക് മാത്രമല്ല, നമ്മൾ ഒട്ടനേകം ഭരണാധികാരികളെ കണ്ടു, അല്ലെ? ഈ ലോകത്തെ മുഴുവനും വിധ്വംസകമായ ആശയങ്ങളുമായി തകർത്തെറിയാൻ വന്ന ഹിറ്റ്ലർ, അയാളുടെ അന്ത്യം എന്തായിരുന്നു? ഒരു ബങ്കറിനുള്ളിൽ ചത്ത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ പുഴുത്ത് വെളിയിൽ ചാടി കിടന്നിരുന്നു. അതുപോലെ മുസോളിനി അദ്ദേഹത്തിന്റെ രാജ്യത്ത് ഒരു തെരുവിന് വിളക്കുകാലം കിടന്നാടുകയായിരുന്നു. ലോകത്തുള്ള ഭരണാധികാരികളെ മുഴുവനും കാലം കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല. നീതിയാണ് ലോകത്ത് സ്ഥാപിക്കപ്പെടേണ്ടത്, നീതിയാണ്. നമ്മൾ നടത്തുന്ന പോരാട്ടം നീതിക്ക് വേണ്ടിയാണ്. ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ താങ്ങി നിർത്തിയ പ്രവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നതിനേക്കാൾ വലിയൊരു നീതി ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തില്ല. ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലേക്കാണ് നമ്മൾ ആളുകളെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്, ആളുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഒരിക്കൽ ലോകത്തെ ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ജോ ലൂയിസ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട അനുഭവമുണ്ട്. അദ്ദേഹം ഒരു കറുത്ത വർഗ്ഗക്കാരനാണ്, അമേരിക്കക്കാരനാണ്. 1981 മരണപ്പെട്ടു പോയി. 1940കളിൽ അമേരിക്കയിൽ വർണ്ണവിവേചനം കൊടികുത്തി വാഴുമ്പോ അദ്ദേഹം ഒരു പൊതുഗതാഗതത്തിൽ യാത്ര ചെയ്യുകയാണ്. ഒരു ബസ്സിൽ അദ്ദേഹം ചെന്നിരിക്കാൻ നോക്കുമ്പോ അദ്ദേഹത്തിന്റെ സീറ്റ് ഒരു വെളുത്ത വർഗ്ഗക്കാരനായ പയ്യന്റെ അടുത്താണ്, വിദ്യാർത്ഥിയാണ്. അദ്ദേഹം അവിടെ ഇരുന്നപ്പോ ആ പയ്യൻ അവന്റെ സ്കൂൾ ബാഗ് ഉപയോഗിച്ചു അദ്ദേഹത്തെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. ആ പയ്യൻ വർണ്ണവിവേചനത്തിന്റെ ആശയം, വിധ്വംസകമായ ആശയം ഉൾക്കൊള്ളുന്ന ഏതോ കുടുംബത്തിൽ നിന്ന് വന്നവരായിരിക്കണം. അവന് ഇഷ്ടപ്പെട്ടില്ല. അവന്റെ അടുത്ത് ഒരു കറുകറുത്ത മനുഷ്യൻ വന്നിരുന്നത് തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇദ്ദേഹം ഒന്നും ചെയ്തില്ല. ഇദ്ദേഹം മാറി ഒതുങ്ങി കൊടുത്തുകൊണ്ടിരുന്നു ജോ ലൂയിസ്. അവസാനം അദ്ദേഹത്തിന് ഇറങ്ങാൻ നേരം അദ്ദേഹം ആ സീറ്റിൽ നിന്ന് പൂർണ്ണമായും പുറത്തായി കിടന്നിരുന്നു. അദ്ദേഹം ഇറങ്ങാൻ നേരത്തെ
അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കാർഡ് എടുത്ത പയ്യന്റെ കയ്യിൽ കൊടുത്തു. ആ കാർഡിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ജോ ലൂയിസ്, വേൾഡിലെ ഏറ്റവും വലിയ വെയിറ്റ് ലിഫ്റ്റ് ചാമ്പ്യൻ. 120 കിലോ ഒരൊറ്റ നിമിഷാർത്ഥം കൊണ്ട് അത്രയും വെയിറ്റ് ഉള്ള മനുഷ്യരെ കമിഴ്ത്തിയടിക്കാൻ ശേഷിയുള്ള ജോ ലൂയിസ് ഈ തെള്ളു വാങ്ങിയതുപോലെയാണ് പ്രവാസികൾ ഈ ഭരണകൂടത്തിന്റെ തെള്ളു വാങ്ങിക്കൊണ്ടിരിക്കുന്നത്, അവഗണന ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രതികരിക്കാൻ സാധിക്കണം പ്രിയമുള്ളവരെ, ഇതൊരു ചരിത്ര സന്ദർഭമാണ്. പ്രതികരിക്കാൻ സാധിക്കണം. ജോ ലൂയിസ് കാർഡെടുത്ത് കാണിച്ചതുപോലെ ഒന്ന് കാർഡെടുത്ത് കാണിക്കാൻ, ആരാണ് നമ്മളെന്ന് കാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതില്ലാത്തിടത്തോളം ഭരണകൂടങ്ങളുടെ ഇത്തരത്തിലുള്ള മുഴുവൻ അടിച്ചമർത്തലുകൾക്കും ഇരയായി നമ്മളും നമ്മുടെ തലമുറയും കഴിഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ പാട്ട് കേട്ടിട്ടില്ലേ, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നമ്മൾ തന്നെ പിന്മുറക്കാം. നമുക്ക് ആരോടും പ്രതികാരം ചെയ്യണ്ട. പക്ഷേ നമ്മളും നമ്മുടെ പൂർവികരും പ്രവാസികളാണ് എന്നതിന്റെ പേരിൽ ഏറ്റുവാങ്ങിയ അവഗണനയ്ക്കും നീതി നിഷേധത്തിനുമെതിരെ പോരാടാനുള്ള സന്ദർഭമായി നമ്മൾ ഇത്തരം വേളകളെ സംഘടിപ്പിക്കേണ്ടതുണ്ട്. സംഘാടനത്തിലൂടെ മാത്രമേ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ വിജയം കാണുകയുള്ളൂ. നമുക്കറിയാം, ഇന്ന് ഒട്ടേറെ സഹോദരിമാർ വിദേശ നാടുകളിൽ പണിയെടുക്കുന്നുണ്ട്. എന്താണ് അവരുടെ ജീവിതത്തിന്റെ സുരക്ഷ? ജീവിതത്തിന്റെ പ്രതിസന്ധികൾ കൊണ്ടാണ് അവർ ഈ തൊഴിലെടുക്കാനായി വിദേശ നാടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സുരക്ഷ എന്താ? ഭരണകൂടം ഇടപെടുന്നില്ല. ഭരണകൂടം സ്വീകരിക്കുന്ന വിദേശ നയം, നമ്മുടെ രാജ്യത്തിന് വിദേശ നയം ഉണ്ടായിരുന്നു. ലോകത്തിന് മുമ്പിൽ അഭിമാനത്തോടു കൂടി ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു വിദേശ നയമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എന്നാൽ അമേരിക്കയുടെ കാൽ കീഴിൽ, അമേരിക്കൻ ദാസ്യതയ്ക്ക് കീഴിൽ ഈ രാജ്യത്തിന്റെ അഭിമാനം, 155 കോടി മനുഷ്യരുടെ അഭിമാനം അർപ്പിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തെ ഭരണകൂടം നിൽക്കുന്നത്. റാൻമൂണികളായി നിൽക്കുകയാണ്. റാൻമൂണികളായി. മൈ ഫ്രണ്ട് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിക്കുന്നത്. പക്ഷേ അദ്ദേഹം തിരിച്ചു കാണുന്നത് ലോകത്തെ ഏറ്റവും വലിയൊരു മൂഢനായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുന്നത്, ഒരു ബഫൂണായിട്ടാണ് കാണുന്നത് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെ ഇന്ത്യൻ ഭരണകൂടം മാറി നിൽക്കുമ്പോൾ ആ അപമാനം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് പ്രവാസികൾ അടക്കമുള്ള 155 കോടി മനുഷ്യരുടെ ആത്മാഭിമാനത്തിനാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. ഈ ലോകം മുഴുവനും ഗസയ്ക്ക് വേണ്ടി കേടുകയാണ്, ഫലസ്തീന് വേണ്ടി കേടുകയാണ്. മനുഷ്യത്വമുള്ള പച്ചക്കരലുള്ള മനുഷ്യന് കണ്ടു നിൽക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അത്രമാത്രം ക്രൂരതകളാണ് ഇസ്രായേൽ ഫലസ്തീനിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പിറന്നു വീണിട്ട് കാലിന്റെ വെള്ളയിലെ ചുമപ്പ് മാറാത്ത കുഞ്ഞുങ്ങൾ തെരുവോരങ്ങളിൽ മൃതശരീരങ്ങളായി കിടക്കുമ്പോ കണ്ണീർ വാർത്തു പോകുന്ന രൂപത്തിലുള്ള കാഴ്ച കാണുമ്പോ ഇതൊന്നും മനസ്സിൽ തട്ടാതെ ഇപ്പോഴും ഇസ്രായേലിനും അമേരിക്കയ്ക്കും ദാസ്യതയുമായി ജീവിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ കാൽച്ചുവട്ടിൽ നമ്മളായിപ്പോയി എന്നത് നമ്മുടെ ഗതികേടാണ്. നമുക്ക് നീതിക്ക് വേണ്ടി നിൽക്കാൻ സാധിക്കണം. ലോകത്തിന് മുന്നിൽ നീതിക്ക് വേണ്ടി നിൽക്കുമ്പോഴാണ് ലോകം നമ്മുടെ നീതിക്ക് വേണ്ടി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ അവകാശ പോരാട്ടങ്ങളിൽ ഒരു സമരപടനായി കൂടെ നിന്ന് ഇപ്പോഴത്തെയും നാളത്തെയും നമ്മുടെ കർമ്മപദ്ധതികളിൽ നിങ്ങൾ ഉണ്ടാകണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ സമരരംഗത്തേക്ക് എത്തിയ നിങ്ങൾ മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.